ഇങ്ങനെ ഒരു ദിവസം വീട്ടിൻ്റെ ഇടയിൽ നിന്നപ്പോൾ ഒരു സേൽസിയാണ്. അവൾ ഈ സാധനമൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് മറ്റേ പാത്രവും ചട്ടിയൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പെണ്ണ് വീട്ടിൽ വന്നു. ഇങ്ങനെ കാര്യമൊക്കെ ചോദിച്ച് കാര്യം പറഞ്ഞ് വീട്ടുവിശേഷമൊക്കെ പറഞ്ഞ് അതൊക്കെ വീട്ടിലോട്ട് കയറ്റി, വീട്ടിനകത്തോട്ട് കയറ്റി. ആ പിന്നെ ചായ ഇട്ട് കൊടുത്ത്, കാപ്പി ഇട്ട് കൊടുത്ത്, ഒന്നും രണ്ടും പറഞ്ഞിരുന്ന് എന്തിനൊക്കെ ആയി. അവസാനം അവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? 2 ദിവസം കഴിഞ്ഞപ്പോ പെണ്ണ് ഗർഭിണിയായി. ഇവിടെ ആരും ഇല്ലേ? കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോയിരുന്നല്ലേ, എന്തിനായി? എന്തിനായി? എനിക്ക് പൊക്കം കുറവാണ്, പിന്നെ തടി കൂടുതലാണ്, പിന്നെ ഞാൻ പിന്നെ MBBS കാരനല്ല, അങ്ങനെയൊക്കെ പറഞ്ഞത് പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ പെണ്ണിന് വല്ല ജോലിയും കൂലിയും ഉണ്ട്? ഒന്നുമില്ല, വീട്ടിൽ അടുക്കളയിൽ പോലും കയറില്ല. മൂന്നുമാർക്ക് ഒരു വിദ്യാഭ്യാസവും ഇല്ല, ജോലിയും കൂലിയും ഇല്ല. എന്നാൽ ആണുങ്ങൾക്ക് ഇതെല്ലാം വേണം തന്നെ. എനിക്ക് മടുത്തടേ. അനാഥാലയത്തിൽ നിന്ന് പെണ്ണെടുക്കാമെന്ന് വിചാരിച്ചാലും അതിന് ഏജ് ലിമിറ്റ് ഉണ്ട്. പിന്നെ എന്ത് ചെയ്യാൻ? ഇനി വലിയ അതാ പറഞ്ഞത്. ഇവനെ തന്നെ ഞാൻ നോക്കിയിരുന്നത്. ആടേ സന്തോഷ, നീ ഇവിടെ വന്നിരിക്കണടാ. ഇവിടെ നിന്നെ 2 ദിവസം കൊണ്ട് ഞാൻ അന്വേഷിച്ചിട്ട് കാണാനില്ലടാ. എന്ത്? ഒരു കിളി പോലത്തെ ഒരു പെണ്ണുണ്ടായിരുന്നു, അത് വേറെ കെട്ടിക്കൊണ്ട് പോയി. ഒരു പട്ടാളക്കാരെ എൻ്റെ ഏർപ്പാടി തന്നെ. ഡേ, നിനക്ക് പറ്റിയ ഒരു പെണ്ണുണ്ട്, നിന്റെ നമ്പർ തരണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്നെ പെണ്ണ് കെട്ടിക്കാമെന്നും പറഞ്ഞ് എൻ്റെ എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്നറിയാം? നീ എന്താടാ പറയണത്? എനിക്ക് ചിലവില്ലേടാ, എനിക്ക് വായും മാറില്ലേ. ഇതേ എൻ്റെ അന്നമാണ്, അന്നം. ഈ ബിനുവേ മുടിപ്പര അമ്മച്ചിയാണ്. ആരെയും ഇതുവരെ പരിച്ചിട്ടില്ല, ആരെയും പറ്റിക്കുകയില്ല. എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഓരോ കുടുംബങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. നീ ഇവിടെ ആൾക്കാരെ തിരക്കണം, അപ്പോഴേ നിനക്കറിയാൻ പറ്റും. ശരി, ഓക്കെ, അതൊക്കെ സമ്മതിച്ച്. നിങ്ങളെ കുടുംബമൊക്കെ ഓരോരുത്തർക്ക് ഉണ്ടാക്കി കൊടുത്തായിരിക്കും. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ 1000 രൂപ വാങ്ങിച്ച് 2 ദിവസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. ആ പൈസ എവിടെ? ഇടേ, ഇപ്പം നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ. മാവേലിക്കരയിൽ ഒരു പെണ്ണ്, നിനക്ക് പറ്റിയ ഒരു പെണ്ണുണ്ട്. സൂപ്പർ കിളി പോലത്തെ, നിനക്ക് യോജിക്കും. നിനക്കേ പറ്റുമോ അത്? കിളി. അല്ലേ സുമേഷേ, നീ ഇവിടെ കേൾക്കണം. അപ്പനും അമ്മയ്ക്ക് ഒരേ ഒരു മോള്, സുന്ദരി. സുന്ദരി എന്ന് പറഞ്ഞാൽ ഇതോപ്പോഴത്തെ ഒരു സുന്ദരി ഇല്ല, പക്ഷെ ഇവനെ യോജിക്കും. കൊട്ടാരം പോലത്തെ വീട്, റബ്ബർ എസ്റ്റേറ്റ് ഏക്കർ കണക്കിനുണ്ട്. പിന്നെ ചിലവ് പെണ്ണ് നാളെ ഡോക്ടറായെന്നും വരും. പിന്നെ ഇവൻ ഇവിടുത്തെ ജമ്മി, ജോലിക്ക് പോവാതെ വീട്ടിലിരുന്ന് തിന്നാ. പൈസ മാത്രം നോട്ടുണ്ടാക്കണം, വിഷയം എണ്ണിയാൽ മതി, നോട്ടെണ്ണിയാൽ മതി. ജോലിക്ക് പോകണ്ട, നോട്ടെണ്ണാൻ തന്നെ അവൻ്റെ ഒരു പണിയാവും സമയം. പിന്നെ നമ്മളെപ്പോലത്തെ ആൾക്കാരെ ഒന്ന് ഓർമ്മിച്ചാൽ മതി. ആ കൊല്ലം വെള്ളം കുടിക്കാൻ തരാൻ ചെയ്യണം. അപ്പോഴേ അല്ലാതെ വലിയ ആൾക്കാരെ പോലെ തിരിയില്ല നമ്മളെ കാണാം വേട്ട. കാഞ്ഞിരം എങ്ങനെയാണ്? കാഞ്ഞിരം വയ്ക്കും തന്നല്ലേ? അതേപോലെ കാഞ്ഞിരം പോലെ സത്യമുള്ള വാക്കാണ് ഇബിനുവിൻ്റെ വാക്ക് കേട്ടെ. എങ്കിൽ പിന്നെ നിങ്ങൾ പോയി നോക്കി എന്ന് പോണമെന്ന് പറഞ്ഞാൽ മതി. അത് പറഞ്ഞപ്പോഴാണ് ഒരു പ്രശ്നം. ഇത്രയും ദൂരമല്ലേ ഡേ. ആണെങ്കിൽ ബസ്സിലാണെങ്കിൽ പോകാനും ഭയങ്കര പാടാണ്. ആട്ട പിടിച്ചാറ്റ പോവാം. നമ്മളെ വത്സലിൻ്റെ ആട്ട അവിടെ കാണും. അത് പൈസയാവും. ഒരു 2000 രൂപ നീ തരണം. ഞാൻ അവിടെ പോയി എല്ലാം സെറ്റ് ചെയ്തിട്ടേ. ഇന്നേ ദിവസം ചൊവ്വാഴ്ച വെള്ളി, നമുക്കൊരു വെള്ളിയാഴ്ച അല്ലേ ഒരു ഞായറാഴ്ച പോകാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. നിങ്ങൾ പറഞ്ഞ് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ പൈസ ഊറ്റാണ്ട പരിപാടിയാണെന്ന്. കുറേ ഊറ്റിയില്ലേ, ഇനി മതിയായില്ലേ? അപ്പം ഇല്ല, പൈസ ഇല്ല. എടാ നീ പറയടാ, പൈസ തരാൻ പറയടാ. എടാ ഇത് നടക്കും, ഞാൻ 100% നടക്കും. പൈസ ഇല്ലെന്ന് പറഞ്ഞില്ലേ? അതല്ല, വേറെ കാര്യം കൂടെ ഉണ്ട്. ഇനി വരുമ്പോൾ എൻ്റെ 1000 രൂപ അല്ലാതെ നിങ്ങൾ എൻ്റെ മുമ്പ് വരരുത്, മനസ്സിലായ? എന്തിനടെ നിൻ്റെ 1000 രൂപ? അത് ഞാൻ തരും, അത് ഞാൻ കൊണ്ടേ വരൂ. എടേ ബിനുവേ, ആരെയും നേരെ ഭരിച്ചിട്ടില്ല. ഇനി അടുത്ത് വരുമ്പോൾ നിൻ്റെ 1000 രൂപ വരും. ഞാൻ ഒരു നല്ല കാര്യം ചെയ്യാമെന്ന് വിചാരിക്കാൻ പോയി. എന്തിനടേ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കടേ. നീ ഒരു കൂട്ടുകാരായിട്ട് തിരിയണല്ലേ. അയ്യോ, നീ ഇവിടെ നിൽക്കുകയല്ലോടാ പോരാ പറഞ്ഞു. നീ കെട്ടാതെ നിന്ന് പിടിച്ച് പോവേ ഉള്ളൂ. അയ്യോ, ഇതാണ് തിരിയണ പൈസയിലാക്കാതെ തിരിയണല്ലേടാ. എന്താ ഒരു പെണ്ണ് കിട്ടാൻ വേണ്ടി പൈസ ഉള്ള കയ്യിലെ പൈസയും പോയി അവൻ്റെ പ്രാക്കും കേൾക്കണം. ഇതൊക്കെ കാണുമ്പോഴാണ് രവിയാമൻ ചെയ്തത് ശരിയെന്ന് തോന്നുന്നു. രവിമാമൻ എന്ത് ചെയ്തു? രവിയാമൻ പെണ്ണ് കെട്ടിയാന്ന് പറഞ്ഞൂടി. അതാണ് രസം. ഈ നമ്മുടെ രവിയാമണ്ടല്ല, ഈ പെണ്ണ് കെട്ടാൻ പ്രായമായിട്ട് നോക്കി ഇറന്നിട്ട് പെണ്ണൊന്നും കിട്ടിയില്ല. ഇങ്ങനെ ഒരു ദിവസം വീട്ടിൻ്റെ ഇടയിൽ നിന്നപ്പോൾ ഒരു സെയിൽസിയാണ്. അവൾ ഈ സാധനമൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് മറ്റേ പാത്രവും ചട്ടിയൊക്കെ വിൽക്കാൻ വരൂലേ, അങ്ങനെ ഒരു പെണ്ണ് വീട്ടിൽ വന്നു.
ഇങ്ങേര് കാര്യമൊക്കെ ചോദിച്ച് കാര്യം പറഞ്ഞ് വീട്ടുവിശേഷമൊക്കെ പറഞ്ഞ് പതുക്കെ വീട്ടിലോട്ട് കയറ്റി, വീട്ടിനകത്തോട്ട് കയറ്റി. ആ പിന്നെ ചായ ഇട്ട് കൊടുത്ത്, കാപ്പി ഇട്ട് കൊടുത്ത്, ഒന്നും രണ്ടും പറഞ്ഞു തന്ന് എന്തിനൊക്കെ ആയി. അവസാനം അവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? 2 ദിവസം കഴിഞ്ഞപ്പോൾ പെണ്ണ് ഗർഭിണിയായി. ഒടുവിൽ പിള്ളേരും കുട്ടിയൊക്കെ ആയിട്ടാണ് അവരെ വീട്ടിൽ പോയത്. ശരി. ഓ മനസ്സിലായി. ജോത്സ്യര് പണ്ട് പറഞ്ഞത് എനിക്ക് 33-ാമത്തെ വയസ്സിൽ എനിക്ക് പെണ്ണ് കിട്ടുമെന്ന്. ഇപ്പോൾ എനിക്ക് എത്ര വയസ്സായെന്നറിയാമോ? 38 വയസ്സായി. എന്നിട്ട് ഇതുവരെ ഒരു മാലയോഗവും എനിക്ക് കിട്ടിയില്ല. ഇവിടെ ആരുമില്ലേ? പെണ്ണ് പൂജയുടെ ഫലം വല്ലോ എഫക്റ്റ് ചെയ്താ? അമ്മയുടെ ഇല്ല. അയ്യോ, എനിക്ക് അമ്മ വേണമെന്നില്ല ചേട്ടാ, എനിക്ക് ചേട്ടനായാലും മതി. എന്നെ കണ്ടാ മതിയാ? മതി. എന്താ കാര്യം? ചേട്ടാ വല്ല ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? ഓ, ഇൻഷുറൻസ് ഉണ്ട്. ബൈക്കിൻ്റെ ഇൻഷുറൻസ് ഉണ്ട്. അല്ലെങ്കിൽ പറ്റി അടിച്ചു തരൂലി. പിന്നെ കാറിൻ്റെ ഇൻഷുറൻസ് ഇല്ല. ബൈക്ക് ഇൻഷുറൻസ് അല്ല ചേട്ടാ, ആരോഗ്യ ഇൻഷുറൻസോ ലൈഫ് ഇൻഷുറൻസോ അങ്ങനെ വല്ലതും? അതൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ലല്ല. ചേട്ടാ, എൻ്റെ പേര് നവ്യ എന്നാണേ. ഞാൻ ഗ്രീൻ ലൈഫ് എന്ന് പറഞ്ഞൊരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വരിക. ഒരു പോളിസി എടുക്കുമോ ചേട്ടാ? പോളിസി എനിക്കതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ പറയരുത് ചേട്ടാ. ഉദാഹരണത്തിന് ചേട്ടൻ ഒരു ദിവസം രാവിലെ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് വഴിയിലൂടെ മന്ദ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്നാണ് ചേട്ടൻ്റെ തലയിൽ ചക്ക ചേട്ടൻ തട്ടിപ്പോയി. ചേട്ടൻ്റെ ഭാര്യയും മക്കളും അനാഥരായി. സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്ന സമയം. അവിടെയാണ് ഗ്രീൻ ലൈഫ് അവതരിക്കുന്നത്. ദൈവത്തെ പോലെ. അതിനെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ല. അതിനുകൊണ്ട് കുട്ടികളും എനിക്കില്ല. കല്യാണം കഴിച്ചാലേ കുട്ടികളുണ്ടാവൂ. ഓ മൈ ഗോഡ്, അൺബിലീവബിൾ. ചേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല? ഇത്രയും സുന്ദരനുമായ ചേട്ടൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല? ഈ നാട്ടിലെ പെൺപിള്ളേരില്ലേ ചേട്ടാ? അതോ ചേട്ടനെ ഇഷ്ടപ്പെടാനിട്ടാണോ? ചേട്ടൻ എന്നെ ഇഷ്ടമായോ? നമുക്ക് അകത്തിരുന്ന് സംസാരിച്ചാലോ? അല്ല, വീട്ടിൽ ആരുമില്ലെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അകത്തിരുന്ന് സംസാരിച്ചാലോ? നല്ല മഴ വരുന്നുണ്ട്. അങ്ങനെയാണ് അങ്ങേരിക്ക് കുടുംബം ഉണ്ടായത്. ഈ വീട് ചേട്ടൻ്റെ സ്വന്തമാണോ? അതെ, എൻ്റെ സ്വന്തമാണ്. എത്ര സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് നിൽക്കുന്നത്? ഇത് എല്ലാം കൂടി ഒരു 25 സെൻറ്റ് ഉണ്ട്. ചേട്ടൻ കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞ സത്യം തന്നെയാണോ? സത്യം, എൻ്റെ അമ്മ സത്യം. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല. ചേട്ടൻ എത്ര വയസ്സായി? എനിക്ക് 32 വയസ്സ്. അടുത്ത ചിങ്ങത്തിൽ 32 വയസ്സാവും. അയ്യോ, 32 വയസ്സായോ? അതെ. പക്ഷെ ചേട്ടന് കണ്ടപ്പോൾ അറിയില്ല കേട്ടോ, 28 വയസ്സ് അത്രേ പറയൂ. ആ കണ്ണാടിയും കൂടി മാറ്റിയാൽ കുറച്ചുകൂടിയും പ്രായം കുറയും. കണ്ണാടി ഞാൻ വെറുതെ വെച്ചിരിക്കുന്ന ഒരു സ്റ്റൈലിനോട് വെച്ചിരിക്കുന്നതാണ്. അയ്യോ, കണ്ണാടി ഒരു വെറും 25 വയസ്സ് അതേ തോന്നുള്ളൂ. അനിയത്തി പ്രാവില് കുഞ്ചാക്ക ബോബനെ പോലെ തന്നെയുണ്ട്. തോളൊന്ന് കുറച്ച് ചരിച്ചാൽ ആ മോഹൻലാലിന്റെ ലുക്കും കൂടിയായി. ചേട്ടനെന്താ ഇങ്ങനെ നോക്കുന്നേ? പ്രശ്നമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് കണ്ണാടി ഇങ്ങനെ വെച്ചത് കുറേ നേരം വെച്ചോണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് അങ്ങനെ തോന്നിയതാണ്. ഓഹ്, എൻ്റെ എല്ലാവർക്കും ഇഷ്ടമാണ്. ശംഭോ മഹാദേവ. ചേട്ടാ, ഞാൻ കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. സത്യം പറയോ? ചേട്ടൻ എന്തൊരു കല്യാണം കഴിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ്.
ചേട്ടൻ്റെ സങ്കല്പത്തിലെ പെൺകുട്ടിക്ക് എൻ്റെ ചായയാണോ? അങ്ങനെയൊക്കെ ചോദിച്ചാ എന്താ ഉത്തരം പറയാ അല്ലേ? പക്ഷേ എൻ്റെ സങ്കല്പത്തിലെ ദുഷ്യന്തന് ചേട്ടൻ്റെ ചായയാണ്. അതേ കണ്ണുകൾ, അതേ ബോഡി സ്ട്രെച്ച്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് കല്യാണം കഴിച്ചാലോ? എന്ന് പൊന്നു ചേട്ടാ, ഇതൊരു പ്രാങ്ക് ആയിരുന്നു. കണ്ടോ ചേട്ടന്റെ കൂട്ടുകാരെല്ലാം കൂടി ഒപ്പിച്ചിട്ട് പ്രാങ്ക്. എന്തോന്നൊക്കെയായിരുന്നു ചാക്കോച്ചൻ മോഹൻലാൽ. അയ്യോ കണ്ണും കണ്ടൂടാ, തമ്മിൽ തളഞ്ഞു. അയ്യേ ചാക്കോച്ചനൊന്നും ലാലേട്ടിലോട്ട് പോയ ഒരു പോക്കൊണ്ടില്ല. ചിരിക്കാതിരിക്കാൻ പറ്റും. എന്തരടോ കാണിക്കണേ ഇവിടെ കിടന്നു. ഇവർക്കതൊരു പ്രാങ്കായിരിക്കും, പക്ഷെ എന്നെ അറിയാന്നുള്ളത് നീ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് സീരിയസ് ആയിട്ടല്ല, ഞാനൊരു തമാശയായിട്ട് എടുത്താണ്. നീ പറഞ്ഞ ശരിയാണ്, എൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു തമാശയാണ്. പക്ഷെ നിനക്കും അതൊരു തമാശയാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയാണ്, ഇത് നിങ്ങൾ ഒരിക്കലും ഒരിടത്തും പോസ്റ്റ് ചെയ്യരുത്. എന്നെപ്പോലെ കല്യാണം കഴിക്കാത്ത ഒരുപാട് ആൾക്കാർ ഇതുപോലെയുണ്ട്. പക്ഷേ നിങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു തമാശയായിരിക്കും. പക്ഷേ നമ്മുടെ വേദന നമുക്ക് മാത്രമേ അറിയാവൂ, വേറെ ആർക്കും അറിഞ്ഞൂടാ. എനിക്ക് 40 വയസ്സായി. എൻ്റെ അമ്മ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരുണ്ട്? പിന്നെ എന്നെ ഓർമ്മിക്കാൻ വേണ്ടി എനിക്കൊരു തലമുറ പോലും കാണും. അതാണ് എന്നെപ്പോലുള്ളവരുടെ അവസ്ഥ.